എല്ലാവർക്കും ഒരു ടൂർ ബാർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. വെൽക്കം ടു ജോബാർ സ്റ്റോറീസ്. അപ്പം നമുക്ക് നമ്മുടെ ഫാമിലി ടൂറിന്റെ ഡേ 2 രാവിലെയാണ്. രാവിലെ എണീച്ച സമയത്ത് ഭയങ്കര കോടയായിരുന്നു. അത്യാവശ്യം നല്ല കോടയാണ്. ചെറിയ വിഷ്വൽ എടുത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല. ഭയങ്കര കോടയാണ്. അതെങ്ങനെയാണെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല ചൂടുള്ള സമയമാണ്. ഇപ്പോ അത്യാവശ്യം കോടയുണ്ട്. ഇത് കൂടെ നോക്കിക്കഴിഞ്ഞാല് കാണിച്ചു തരാവേ. പിന്നെ രാവിലെ 8:30 ഇറങ്ങണം എന്നാ പറഞ്ഞത്. ഇപ്പം 7:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്ന് അറിയില്ല. പോയി കഴിച്ചിട്ട് വരാം. ഹംഗ്രിയാണ്. അപ്പോൾ കഴിച്ചിട്ട് വരാം. നമ്മുടെ ടൂറ് 2ാം ദിവസത്തേക്ക് പോകുന്നു. വിജയകരമായ 2ാം ദിവസം. നമുക്കൊരു പ്രാർത്ഥനയോടെ തുടങ്ങിയാലോ? ഫാമിലി ഫോട്ടോയ്ക്ക് എല്ലാവരെയും നിർത്താനുള്ള കഷ്ടപ്പാടായത്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് സ്പോട്ട് ഒരു ഫോട്ടോ പോയിന്റിൽ നിന്നതാണ്. ഇതാ ഈ ഗ്യാപ്പ് റോഡിൽ അടിപൊളിയാണ് വ്യൂ. ഇതാ ബാക്കിൽ റോഡിങ്ങനെ പോകുന്നുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, ഫാമിലി ഫോട്ടോ എടുത്തു. ഇനി അടുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമുക്ക് ബോഡി മെട്ട് പോകണം. തമിഴ്നാട്ടിൽ ടൂർ കോർഡിനേറ്റർ ഞങ്ങളെ ചതിച്ചു. തമിഴ്നാട് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇതാ ഒരു വീടും തമിഴ്നാടും ഇല്ല ഒരു വീടും. പിന്നെ ഇവിടെ സങ്കല്പിക്കാൻ എന്തായില്ല ചേട്ടാ? പിന്നെ സങ്കല്പിക്കാനുള്ളത് ആയിരക്കണക്കിന് കാറ്റാടികൾ അവിടെ ഇതുണ്ട്. ആയിരക്കണക്കിന് കാറ്റാടികൾ. പിന്നെ ബോഡി തേനി ടൗൺ. ബോഡി തേനി ചേട്ടാ അറിയാമോ? കുറേ കാറ്റാടി അവിടെ. അതുകൊണ്ട് അവിടെ നിന്ന് കാണുന്നു. ഇതാ കണ്ടോ? വീട്ടിൽ എല്ലാവർക്കും ചായ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭയങ്കര കോടയാ. ഇന്ന് രാവിലെ ഹോട്ടലിൽ നിന്നും കണ്ടില്ലായിരുന്നു. ഭയങ്കര കോടയാ. ഒന്നും കാണാനില്ല. ഇനി ബോഡി മെറ്റില് ബോണ്ട കിട്ടും പോലും. അപ്പൊ ബോണ്ട കഴിച്ചുകൊണ്ടിരുമ്പോഴേക്ക് ഇത് തെളിയും. എന്നിട്ട് കാണാമെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മള് ബോഡി മെറ്റ് ടൗണിലെത്തി. ഇവിടെ പാണ്ടി ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. പാണ്ടി ഹോട്ടൽ. അവിടെ നല്ല ബോണ്ട, സവട, ഉഴുന്നുവട ഒക്കെ കിട്ടുന്ന ടൂർ കോർഡിനേറ്റർ പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അൽക്കുൽത്ത് കടയുണ്ടല്ലോ, അൽക്കുൽത്ത് കട. അപ്പോൾ അത് കാണാം. അൽക്കുൽത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനവും കിട്ടുന്ന കട. ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് വലിയ ബോണ്ടാണ്. അത് തിന്നു കഴിയുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഇതാണ് ബോണ്ട കട. ഇതിന്റെ ടേസ്റ്റ് ആണ് ഗംഭീരം. കഴിച്ചോട്ടെ കേട്ടാ. ഭയങ്കര ടെംപ്റ്റിങ് കേട്ടോ. എനിക്ക്
ഉഴുന്നുവടയാണ് ഭയങ്കര ഇഷ്ടമായി. ഉഴുന്നുവട എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ 3ാമത്തെ ഉഴുന്നുവട. പക്ഷെ നല്ല ക്രഞ്ചി ഉഴുന്നുവട. ചായ ഉണ്ട്, ഉഴുന്നുവട, ബോണ്ട, പരിപ്പുവട, ചായ, കാപ്പി എല്ലാം ഉണ്ട്. ഞാൻ ഒരു ലൈറ്റ് ചായ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞു ഹോട്ടലാ, പാർക്കിംഗ് ഇച്ചിരി ഫ്രണ്ടിലോട്ടൊക്കെ ആയിട്ട് നിർത്താം. അടിപൊളിയാണ്. മുകളില് പെട്ടേന്. അപ്പൊ പൊക്കെന്നുള്ള പൊക്ക പ്രദേശത്തുള്ളതാണ്. അതാണ് ഇത് കണ്ടായിരുന്നോ ട്രാവൻകൂർ അവരുടെ രാജമുദ്രയൊക്കെ ഉള്ള ആ ഇല്ല, കണ്ടില്ല. അതാണ് രാജമുദ്ര. വന്നു. പണ്ട് രാജാക്കന്മാരുടെ കാലത്തുണ്ടായ സാധനങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി നമ്മളെ ടൂർ കോർഡിനേറ്റർ കൊണ്ടുപോവാ. തിരുവിതാംകൂറിന്റെ അതിർത്തി ആയിരിക്കും കേട്ടോ ഇത്. കണ്ടോ? എന്നിട്ട് സിംഹത്തിന്റെ തലയിൽ ഇവര് മറ്റേ ഇത് കെട്ടിയിരിക്കുക. കോമഡിയാണ്. അശോക സ്തംഭത്തിന്റെ കഴുത്തിൽ മറ്റേ ബാനർ കെട്ടിയിരിക്കുക. ഇതാണ് പണ്ട് ട്രാവൻകൂർ രാജവംശത്തിന്റെ. കണ്ടോ? കസ്റ്റംസ് ഹൗസ്, ബോഡിമെറ്റ്, ട്രാവൻകൂർ. കണ്ടോ? ഇതിപ്പോ ചരക്ക് സേവന നികുതി വകുപ്പ് കേരളത്തിന്റെ കൺട്രോളിലാണ് ഉള്ളത്. ഇപ്പോഴാണെങ്കിൽ മൊത്തം കോടയായി. മഴ ഓറഞ്ച് അലേർട്ട് എന്നൊക്കെ പറഞ്ഞു. ഇന്നലെയും ഇന്നും കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടായില്ല. ഇന്നലെ ചെറുതായിട്ടൊരു മഴ അത്രേ ഉണ്ടു. അപ്പോൾ നമ്മൾ ബോണ്ടയും ഉഴുന്നുവടയൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു. 3 ഉഴുന്നുവട കഴിച്ചു. 3 ഉഴുന്നുവട, ഒരു ബോണ്ട. നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോട ഇറങ്ങുമെന്ന്. കണ്ടോ? ഒന്നും കാണാനില്ല. ഇതുണ്ടോ? ഇതാ ഈ ട്രാവലർ പോകുന്നുണ്ടോ? ഇതാ ഇവിടുന്ന് ഇങ്ങനെ പോവേ. പിന്നെ അത് കാണാണ്ടാവും. വെരി ഗുഡ്. അതാ കാണാണ്ടായി. കണ്ടോ? ഇച്ചിരി നേരത്തെ ഇവിടെയെങ്കിലും കാണുന്നുണ്ടായിരുന്നു. ഇത്രയും മഞ്ഞ് വരിക എന്ന് പറയുന്നത് റിയലി അമേസിംഗ്. അമേസിംഗ്. ഇവിടെ ഇപ്പൊ മൊത്തം കാണുന്നുണ്ടാവേ. കോട ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇറങ്ങാന്ന് പറഞ്ഞാൽ അങ്ങ് ഇറങ്ങി പോവാ. അപ്പൊ നമ്മള് നെക്സ്റ്റ് സ്പോട്ട് ആനയിറങ്ങൽ ഡാം. ആന ഇറങ്ങൂടി. പക്ഷേ നമ്മുടെ എക്കോ സ്പോർട്ട് ക്ലബിന്റെ സ്റ്റേക്കേഷന് ഇവര് വന്ന സമയത്ത് വൈകുന്നേരം അവരെ എങ്ങനെയാ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി പോയിട്ട് ആനക്കുളം പോയപ്പോൾ ആനേനെ കണ്ടത്. കുറേ ആനകൾ. അന്ന് ഇവർ 5 മണിക്കങ്ങനെ എത്തിയിട്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ ഒരുപാട് ആനകൾ വന്നിട്ട് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വെള്ളം കുറവാ. ബൈസൺ ഉണ്ട്. ബൈസനെ കാണാത്തോണ്ട് ആനയിറങ്ങൽ ഡാം ചില്ലിക്കൊമ്പൻ എന്ന് പറഞ്ഞ ബോട്ട് ഇങ്ങനെ കരയിൽ കയറ്റിയിട്ടിരിക്കുന്നു. നോക്കട്ടെ കേട്ടോ. നല്ല ഫ്രെയിമാണ്. നല്ലൊരു ഫാമിലി ഫോട്ടോ എടുത്തു. പിന്നെ സ്പീഡ് ബോട്ട് ഉണ്ട് താഴെ. സ്പീഡ് ബോട്ട് ഉണ്ട്, അവിടെ കിടക്കുന്നുണ്ട് സ്പീഡ് ബോട്ട്. അത്യാവശ്യം വെള്ളമുണ്ട്. കോർഡിനേറ്റർ, ഇവിടെ ആന ഇറങ്ങുമോ? കോർഡിനേറ്റർ, ഇവിടെ ആന ഇറങ്ങുമോ? എപ്പോ? രാവിലെ ഇറങ്ങും, വൈകിട്ട് ഇറങ്ങും. ഉച്ചക്ക് ഇറങ്ങൂല. പിന്നെ നിങ്ങൾ എന്തായാലും നമ്മൾ ഉച്ചക്ക് ഇവിടെ കൊണ്ടുവന്നു. ഉച്ചക്ക് കൊണ്ടുവന്ന് ഇത് ഈ ഒരു കാഴ്ച കാണാനായിട്ട്. ആണോ? ആനയില്ലാത്ത ആനയിറങ്ങൽ. അതെ, ആനയിറങ്ങൽ. പന്നിയാർ ജലവൈദ്യുത പദ്ധതി. ആനയിറങ്ങൽ ഡാം ഇത് ഒരു പ്രത്യേക സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ്. ആ ഒരു സ്റ്റൈല്. അല്ലെങ്കിൽ നമ്മള് ഉയരത്തിലല്ലേ കാണും. ഇത് കുറെ കൂടി വേറൊരു ടൈപ്പിലാണ്. അതെന്തുകൊണ്ടാ? അതതിന്റെ അന്നത്തെ കാലത്ത് നിർമ്മിതിയും ഇതൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നാ പറയപ്പെടുന്നത്. സാങ്കേതിക വിദ്യ. ഈ സാങ്കേതിക വിദ്യ. അതെ. ഒന്ന് നടുവെടുക്കടി. ഫോട്ടോ അല്ല ഇത്, വീഡിയോ ആണ്. ഡാമിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുക. അടിപൊളിയാട്ടാ. ബാക്കിലുണ്ടോ?
KL60 എന്റെ നാട്ടിലെ വണ്ടി. നമ്മുടെ KSRTCയുടെ ഉല്ലാസയാത്രയുടെ വണ്ടിയാ അത്. അതല്ല അത് ഒരു വീഡിയോ ഒരു ഫോട്ടോ എടുക്കാൻ ഒരുമിച്ച് പിടിക്കാത്തതിൽ ഒരുമിച്ച് വിളിക്കാത്തതിൽ എന്തിനാടി പേരമ്മ പിണങ്ങി പോകുന്നത്? കുടുംബത്തിൽ പെട്ടതല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഏതാണ്ട് അങ്ങനെയൊക്കെ ആയി പോയി. നിന്റെ അമ്മേനെ നീ പറഞ്ഞോടി കുടുംബത്തിൽ പെട്ടല്ലാതെ? അങ്ങനെ എടുത്തത് ഞാൻ. അങ്ങനെയാണോ എടുത്തേ? എന്നിട്ട് അവരെ ഓടിക്കോ. മഴയൊന്നുമില്ല, അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആനയിറങ്ങലിൽ പോയത്. ഇപ്പൊ നല്ല മഴ, ഇച്ചിരി നനഞ്ഞു, ഓടി ഒന്ന് വണ്ടി കയറി. വന്യമൃഗങ്ങളെ കാണിക്കാമെന്നും പറഞ്ഞ് മോഹന വാഗ്ദാനം നൽകിയല്ല ഹനുമാഷ് ഈ ടൂർ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മൃഗങ്ങളെ കാണിക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ആരാന്ന് വ്യക്തമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വീട്ടിലേക്ക് വരാം. നവനീത് വീണ്ടും അങ്ങയിലേക്ക് വരുന്നു. എന്താണ് അങ്ങയുടെ പ്രോബ്ലം? എനിക്ക് ഒരിക്കലുമില്ല. അങ്ങ് ചോദിച്ച 5 മിനിറ്റ് ആണ്. 1 മിനിറ്റ് പോലും അങ്ങേക്ക് ഇത് തയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 1 മിനിറ്റെങ്കിലും വാതോരാതെ സംസാരിച്ച് പാർട്ടിയുടെ വാക്കുകൾ ഇവിടെ പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷേ സംസാരിക്കാൻ സമ്മതിക്കാതെ അസഹിഷ്ണുത കാണിക്കുന്ന ആങ്കർ സതീഷ് ഞാൻ ഈ ചർച്ചയിൽ നിന്ന് വാക്കൗട്ട് ചെയ്യുന്നു. വീണ്ടും മണ്ടിനോ അങ്ങേക്ക് എന്ത് കേൾക്കാമോ? അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? മണ്ടിനോ ഉറങ്ങിപ്പോയി എന്നാണ് മണ്ടിനോ ഉറങ്ങിയിട്ടില്ല, കണ്ണു തുറന്നു, വീണ്ടും നോക്കുന്നു. മണ്ടിനോ എന്തെങ്കിലും അങ്ങേക്ക് സംസാരിക്കാനുണ്ടോ? നിങ്ങളുടെയാണ് ചിൽഡ്രൻ 4 ബമ്പർ. അല്ല 12D സിനിമ കാണാൻ പോയ ലേഡീസ് എല്ലാവരെയും കാണാൻ കരുണാനിധി മാതിരി ഉണ്ട് കേട്ടാ. അപ്പൊ നമ്മള് ആനയിറങ്ങൽ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിലുള്ള പാർക്കിൽ വന്നിട്ട് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. അതേ നടന്നുള്ളൂ. ഇല്ല പോടി. അപ്പൊ നേരത്തെ 12D സിനിമ കണ്ടതോ? ആനയെ കണ്ടില്ല. ആനയെ കണ്ടില്ല. ഇത് ഈ കാട്ടിനുള്ള ആനയുണ്ട് എന്നാണ്. അതാണ് ഡാം. ഇവിടെ ആനയൊക്കെ ഉണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് ആന ഇറങ്ങിയിട്ട് വന്ന് വെള്ളം കുടിക്കുക. അതുകൊണ്ടല്ലേ ഇതിന് ആന ഇറങ്ങൽ എന്ന് പറയാ. ഇന്ന് രാവിലെ വ്ളോഗ് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു നല്ല കാലാവസ്ഥ, അധികം മഴയൊന്നുമില്ല, മഞ്ഞാണ്, മൊത്തം കോടയാണ്, നല്ല കാലാവസ്ഥ പറഞ്ഞ് നാക്കിത ഉള്ളിലേക്ക് പോയില്ല. തുടങ്ങിയ മഴയാണ് ഇതുവരെ. എന്നാ ഒട്ട് പെയ്യൊന്നുമില്ല. ഇതുപോലെ ചാറി 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 ഇപ്പൊ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ അന്താക്ഷരി കളിക്കോ. നമ്മളും പോവാ. മക്കളെ പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇതാ വെള്ളം കുടിക്കാൻ വന്നിട്ട് ആർക്കും ആനേനെ കാണാൻ. എടാ എവിടെയാണെന്നറിയാം, ഇങ്ങോട്ട് വാ. അവിടെ കണ്ടോ കല്ല്? ആ കല്ലിൻ്റെ അപ്പുറം കണ്ടോ വെള്ളത്തിൽ ചെറുതായിട്ട് കാണുന്നത്? അതാണ് ആന. നമ്മള് ലഞ്ച് ബ്രേക്ക്. സ്ഥലം പൂപ്പാറയില് ഹോട്ടൽ സഫയർ. കൊള്ളാം. ഇന്നലെ 2-3 പ്രാവശ്യം ഈ ഹോട്ടലിന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയായിരുന്നു.
ഒരു രക്ഷയില്ലാത്ത വ്യൂ ആ, ഒരു രക്ഷയില്ല. നോക്കൂ, അപ്പൊ ഞങ്ങള് മൂന്നാറിലെ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഞാനും എൻ്റെ അളിയ ബൊട്ടാണിക്കൽ ഗാർഡനെ കുറിച്ചുള്ള അളിയൻ്റെ അഭിപ്രായം എന്താ അളിയ? ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്ന വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ്. നെയ് 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 വേണ്ട, വേണോ? മേടിച്ചാലോ? ഇപ്പൊ മഴയാണെങ്കിൽ അളിയൻ പറഞ്ഞ ഞാൻ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളില് മഴ തൂളുന്നുണ്ട്. നല്ല രസമായിരിക്കും. മഴ നനഞ്ഞിട്ട് AC വണ്ടിയുടെ അകത്ത് ഇരിക്കുമ്പോൾ ഒരു കുളിരുണ്ടല്ലോ, അല്ലടി? ഇങ്ങനെ ഇട്ടീ നല്ല ഡീസൻ്റ് ആയിട്ട്. നീ ഒരുമാതിരി ഇതാ ക്രിസ്മസ് അപ്പൂപ്പരെ പോലെ ഇട്ട് കേട്ടാ. അളിയാ ഫിഷ് സ്പാ ചെയ്തിരുന്നു. ഇൻഫെക്ഷൻ മേടിച്ചാലോ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇൻഫെക്ഷൻ അടിക്കുമെന്ന് മേടിച്ചിട്ടാ. അതാണ്. അതല്ല, ഇനിയിപ്പോ ഒരു സുഖം ഉണ്ടാവേ. ഈ മഴ നനഞ്ഞിട്ട് AC വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ഒരു കുളിരുണ്ട്. അല്ലാതെ തന്നെ കുളിർന്നോണ്ട് ഇത് അടുത്ത ജില്ല രോമാഞ്ചം. രോമാഞ്ചം. അങ്ങനെയല്ല, ഇത് നടന്ന് 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 നമ്മൾ മൂന്നാർ എത്തൂട്ടോ. ഈ വഴി തന്നെ തിരിച്ചു കയറണോ? ഓ മൈ പോപ്പി, ബൈസനെ കണ്ട സന്തോഷത്തിൽ നമ്മുടെ പിള്ളേർ. മഴ ചതിച്ചു ഗൈസ്, നല്ല മഴയാണ്. പക്ഷെ ഒരുപാട് പിള്ളേർക്കൊക്കെ കളിക്കാനുള്ള ഒരുപാട് സെറ്റപ്പ്, പിള്ളേർക്ക് കളിക്കാനുള്ള ഒരുപാട് സെറ്റപ്പുകൾ ഇവിടെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു അണ്ണാൻ ഉണ്ടോ? ചായ കൂടി സമയം, ചായ ബ്രേക്ക്. മൂന്നാറില്ല വേറൊരു പാർക്കാണ്. നല്ല തിരക്കുണ്ട്, മഴയുണ്ട്, സിപ്പ് ലൈനൊക്കെ ഉണ്ട്. പക്ഷെ മഴ കാരണം ഞങ്ങൾ സിപ്പ് ലൈനിലൊന്നും കയറുന്നില്ല. നല്ല നെയ് റോസ്റ്റ്, 3 ചമ്മന്തി, ഒരു സാമ്പാർ. എങ്ങനെയുണ്ടടി? കൊള്ളാലോ. ഏറ്റവും അവസാനം ഓർഡർ ചെയ്ത് നമ്മള് ഏറ്റവും ആദ്യം കിട്ടിയത് നമുക്ക് അതാണ്. അപ്പൊ നമ്മള് ടൂറിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഇന്ന് മൂന്നാർ മൊത്തം എക്സ്പ്ലോർ ചെയ്തു, ഒരുപാട് സ്ഥലങ്ങൾ പോയി. പക്ഷെ മഴ കാരണം ആയി, എന്നാലും നമ്മള് പറ്റാവുന്ന അത്ര എക്സ്പ്ലോർ ചെയ്തു. എന്നിട്ട് ഇപ്പൊ നമ്മളെ റിട്ടേൺ ജേർണി ആണ്. നമ്മളിപ്പോ അടിമാലി എത്തി. അടിമാലിയില് ഭക്ഷണം കഴിച്ചു. ഹോട്ടൽ അന്നപൂർണ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഏറ്റുമാനൂരോട്ട് പോവുക. ഇനി 3 മണിക്കൂർ ഇവിടുന്ന് യാത്രയുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു 100 എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.